ഓഹോ, അത്രയ്ക്കായ പട്ടി വിലയല്ലേ നിങ്ങൾ എനിക്ക് വീട്ടിൽ തരുന്നത്? എന്നെ നാറ്റിക്കാൻ വേണ്ടി രണ്ടും കൂടെ കച്ച കെട്ടി അങ്ങ് ഇറങ്ങിയിരിക്കുവാണല്ലേ? ഇത് നടക്കില്ല. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ നടപ്പില്ല. പോടാറി കാണിച്ചു തരാട്ടാ. എന്ത് എന്താടാ? എൻ്റെ അച്ഛൻ പെറ്റ്. കാര്യം പറയണേ. ആ പെങ്ങൾ ഗൾഫിൽ നിന്ന് വന്നു. അതിന് ബദാമും ഇന്തപ്പഴം കൊണ്ടുവന്നില്ലേ? പഴനൂത്തൊന്ന് തന്നുണ്ടല്ലോ. നിന്റെ അണ്ടിപ്പരിപ്പും ബദാമല്ല ഇപ്പം താഴെ കിടക്കും. കാര്യം പറയണേ. നീ സമാധാനപ്പെട്. എന്നിട്ട് കാര്യം എന്ന് വെച്ചാൽ പറ. പുന്നാരപ്പെങ്ങൾ ഒരു കല്യാണ ആലോചനയായിട്ടാണ് വന്നിരിക്കുന്നത്. എടാ പട്ടി, അപ്പൊ നിനക്ക് കല്യാണം ആയില്ലടാ? എനിക്കല്ലടാ. അതാ ഞാൻ ആലോചിച്ച്. മേലെ നീ പണിയെടുക്കാതെ നിനക്ക് ആര് പെണ്ണേരാനാണ്? ഓ, നീ പിന്നെ എവിടെ എന്നൊക്കെയാണോ പണിയെടുക്കുന്നത്? പിന്നെ ആരാ കല്യാണം? ചേച്ചിക്കാ? അളിയെ ഡിവോഴ്സ് ചെയ്താ? അവക്കല്ലടേ. പിന്നെ എന്റെ തന്തയുടെ. ആരുടെ? എന്റെ തന്തയുടെ കല്യാണമെന്ന്. ഒരു മിനിറ്റ്. പറടാ. നീ എന്തോന്ന് പറയാൻ? എടാ നല്ലതല്ലേ? വയസ്സാം കാലത്ത് കൃഷ്ണേട്ടനെ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന ഒരാളായില്ലേ? ഓടാ നാറി. എടാ നീ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ? ഇതത്ര നാണക്കേടുള്ള കാര്യമൊന്നുമല്ല. അതിനാർക്ക് നാണക്കേട്? എനിക്ക് നാണക്കേടൊന്നുമില്ല. പിന്നെ എന്തൊരു പ്രശ്നം? അതന്നെ. എടാ മോനൊരുത്തം വീട്ടിലിങ്ങനെ പുര നിറഞ്ഞ് നിൽക്കുമ്പോൾ തന്തപ്പടി കല്യാണം കഴിക്കുന്നത് ശരിയാണോ? എനിക്കതല്ല. കൃഷ്ണേട്ടൻ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചാ നടക്കൂ? പൊന്നു മോനെ, നിനക്ക് അറിയില്ല അങ്ങേരെ. എന്നും വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് 4 റൗണ്ട് വീടിന്റെ മുമ്പിൽ കൂടെ കിടന്ന് ഓടുമെന്ന്. അത്രയ്ക്ക് സ്റ്റാമിനയാ. പേടിപ്പിച്ചു. എന്നാലും ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നിനക്ക് ശരിയാണോ? ഞാൻ നിന്റെ കൂട്ടുകാരനായോണ്ട് പറയല്ല. നിന്റെ വീട്ടിൽ ഇനിയൊരു കല്യാണം നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നിന്റെ തന്തയുടെ. അതുകൊണ്ട് നീ ഇങ്ങനെ ബഹളം വെക്കുന്നതിന് പകരം അച്ഛൻ്റെ കല്യാണത്തിന് പപ്പടം വിളമ്പാൻ പോകുന്നതല്ലേ ബുദ്ധി? പപ്പടം നിന്റെ തന്തയെ കൊണ്ട് തിരിക്കണം.